ചിന്തിക്കണം. എന്താ വഖഫ്? വഖഫിന്റെ കാര്യം എന്താണെന്നറിയോ? തീരുമാനം വരാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ഭൂമി, ഈ ഭൂമി ഇപ്പൊ ഞാന് ഈ സ്ഥലം എന്റേതാണെന്നിരിക്കട്ടെ, ഞാൻ കണിയാപുരം പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു വഖഫ്തു ലില്ലാഹ്, ഇത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്തിരിക്കുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ കെട്ടിടം കെട്ടിയിട്ട് വേണമെങ്കിൽ അതിന്റെ റെന്റ് നിങ്ങൾ പള്ളിയുടെ കാര്യത്തിന് വേണ്ടി എടുത്തോ, ഞാൻ വിട്ടുകൊടുത്തു. ഇത് വഖഫ് ഭൂമിയാണ്. ഇപ്പൊ പറയുന്നു പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി ഈ രാജ്യത്ത് വഖഫ് സ്വത്തുക്കൾ കോടാനുകോടി സ്വത്ത്, കോടാനുകോടി രൂപയുടെ വഖഫ് സ്വത്തുകൾ, അതിന് ആധാരം വാമൊഴിയായിട്ട് പറ്റില്ല, അതിന് പ്രമാണം വേണം, ആധാരം വേണമെന്ന് പറയുന്നു. എങ്ങനെയാണ്? വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് വഖഫ് ഭൂമി വഖഫ് ചെയ്ത ആളുകളുടെ ആധാരം എടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തർക്കഭൂമിയായി മാറുന്നു. ആ തർക്കഭൂമി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഓരോ ജില്ലാ കളക്ടർമാരുടെ ഉത്തരവാദിത്വത്തിന് കീഴിലാകും. പിന്നെ ഇവിടെ ഈ ഭൂമി എന്ത് ചെയ്യണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ തീരുമാനിക്കണം. അങ്ങനെ ഫൈസാബാദ് ജില്ലാ കളക്ടർ തീരുമാനമെടുത്തതാണ്. കെ നായർ എന്ന് പറയുന്ന ജില്ലാ കളക്ടർ എടുത്ത അന്നത്തെ തീരുമാനമാണ് ഇന്ന് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന രക്തസാക്ഷി. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞാലോ ഈ വഖഫ് ബോർഡിൽ ഇവിടെ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വഖഫ് സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന, വഖഫ് ഭൂമി ആരെങ്കിലും വ്യക്തിപരമായി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പിടിച്ചെടുക്കണമെന്നതിനു വേണ്ടി കിട്ടാ വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡിൽ അമുസ്ലിമീങ്ങളെ വെക്കണമെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ മാറി ഓരോ അപ്പം ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് ഇവരൊക്കെ മനുഷ്യരാണോ എന്ന്. അവരല്ല മനുഷ്യരല്ലാതെ പോയത് നമ്മളാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു വജൗറു സുൽത്താനി അലൈഹിം, നിന്നെ ഭരിക്കുന്നത് അക്രമകാരികളാകും. കാരണം നീ നിന്റെ നാട്ടില് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന സംവിധാനം. വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മാ തഫിഫ ഖൗമുൻ കൈലൻ വലാ ബഖിസു മീസാനൻ ഇല്ലാ മനഅഹുമുല്ലാഹുൽ ഖത്റാ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു നാട്ടില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഴ നിഷേധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ മഴ നമുക്കില്ലേ? മഴ കൂടിപ്പോയതല്ലേ കവളപ്പാറ, മഴ കൂടിപ്പോയതല്ലേ ചൂരൽമല, മഴ കൂടിപ്പോയതല്ലേ പുത്തുമല, മഴ കൂടിപ്പോയതല്ലേ വെള്ളാറുമല, മഴ കൂടിപ്പോയതല്ലേ മേപ്പാടി. സഹോദരങ്ങളെ, ശരി തന്നെയാണ്. മഴ നിങ്ങൾക്ക് നിഷേധിക്കുമെന്ന് പറഞ്ഞതിലൂടെ മഴ പെയ്യില്ലെന്നല്ല, മഴ കൊണ്ടുണ്ടാകേണ്ട ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടൂല. മഴ കൊണ്ടുണ്ടാകേണ്ട ഗുണങ്ങൾ എന്താണ്? മഴ കൊണ്ട് ഈ നാട്ടിലെ സസ്യങ്ങൾ മുളയ്ക്കലാണ്. ഇന്ന് സസ്യങ്ങൾ മുളയ്ക്കാറ് വലിയ വലിയ വടവൃക്ഷങ്ങൾ മനുഷ്യന്റെ നേരെ വന്നിട്ട് വലിയ ഭീമാകാരമായ പാറക്കൂട്ടങ്ങളാ വെള്ളത്തിൽ ഒലിച്ചു വന്നിട്ട് മനുഷ്യൻ മരിച്ചു കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് മയ്യത്ത് വയനാട്ടിൽ ഇനിയും കിട്ടിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മൂന്നാമതായിട്ട് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത്. അങ്ങനെ കുറവ് വരുത്തി കഴിഞ്ഞാൽ നല്ലതുപോലെ മരിക്കാൻ നമുക്ക് പറ്റില്ല. സഹോദരങ്ങളെ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന താരീഖിൽ കാണാം, അദ്ദേഹത്തിന്റെ അയൽവാസി മരണക്കിടക്കയിലാണ്. അദ്ദേഹത്തിന്റെ അയൽവാസി മരണക്കിടക്കയില് അദ്ദേഹത്തിന് കെലിമ പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം ഓടിച്ചെന്നു മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കെലിമ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നു, എന്റെ മുന്നിൽ രണ്ട് വലിയ പർവ്വതം പോലെ കാണുകയാണ്. അത് തീനാളം കൊണ്ടുണ്ടാക്കിയതാണ്, അഗ്നിപർവ്വതമാണ് കാണുന്നത്. എന്നോട് പറയുന്നു ആ മല കയറാൻ. ആ സമയത്ത് അദ്ദേഹത്തിന് കെലിമ പറയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇരുമ്പിന്റെ ആണി കൊണ്ട് കുത്തുന്ന വേദനയാണ്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യന്റെ കച്ചവടത്തിലുണ്ടായ എന്തോ കുഴപ്പമാണെന്ന് ഭാര്യ പറഞ്ഞു. ആ സന്ദർഭത്തിൽ വിശദീകരണം ചോദിച്ചു, എന്താ നിങ്ങളുടെ ഭർത്താവിന്റെ പ്രത്യേകത? അളവിലും തൂക്കത്തിലും കുറവ് വരുത്തോ ഇല്ല, അക്രമം കാണിക്കുമോ ഇല്ല. പക്ഷെ എന്റെ ഭർത്താവ് ചെയ്യുന്നൊരു അശ്രദ്ധ, എന്റെ ഭർത്താവിന് ഒരു അശ്രദ്ധയുണ്ട്. എന്താണെന്നറിയോ? ഒരാൾ എന്തെങ്കിലും ഒന്ന് തൂക്കി വാങ്ങാൻ വന്നാൽ ഒരു തട്ടില് തൂക്കി കൊടുത്താൽ ആ തട്ട് തുടച്ച് വൃത്തിയാക്കാതെ അതേ തട്ടിൽ അടുത്തയാളിന് തൂക്കി കൊടുക്കും. നേരത്തെ വാങ്ങിക്കൊണ്ടുപോയ ആളിന്റെ സാധനത്തിന്റെ പൊടിപടലങ്ങൾ ആ തട്ടിൽ കാണും.
അത് തന്നെ അടുത്തയാൾക്ക് തൂക്കി കൊടുക്കും. എത്ര സിമ്പിൾ, നിസാരം. പക്ഷെ അയാൾക്ക് അല്ലാഹു കൊടുത്ത പരീക്ഷണം എന്ത്? മരിക്കുന്ന നേരത്ത് കലിമ പറയാൻ കഴിയുന്നില്ല. പശ്ചാത്തപിച്ചു. നിസാരമാണെന്ന് കരുതരുത്. എവിടെയോ കണ്ടുപോയ ഒരു ചിത്രമുണ്ട്. ഒരു തുലാസ്, ഒരു ചെറിയ പീടിക. ആ പീടികയിൽ ഒരു പാവപ്പെട്ട സാത്വികനായ ഒരു കച്ചവടക്കാരൻ, അയാള് ചായപ്പൊടി തൂക്കിക്കൊടുക്കുന്ന ഒരു ചെറിയ കവറില്, ഒരു പേപ്പർ കവറില്. അയാൾ ആ തുലാസിന്റെ മറുതട്ടില് അതിന്റെ തൂക്കമറിയിക്കുന്ന പടി വെച്ചിട്ടുണ്ട്. ആ ഇരുമ്പിന്റെ അടിയിൽ ആ ചായപ്പൊടി തൂക്കി കൊടുക്കുന്ന ആ ചായപ്പൊടി വെച്ച അതേ ആ കവറ്, പേപ്പർ കവർ അദ്ദേഹം അവിടെയും വെച്ചിരിക്കുന്നു. എന്താണ് ചോദിച്ചപ്പോ പറഞ്ഞത്? എന്നോട് ചായപ്പൊടി ചോദിച്ചവന് ഞാൻ ചായപ്പൊടി തൂക്കി കൊടുക്കുമ്പോ ആ ചായപ്പൊടി വെക്കുന്ന ആ പേപ്പർ കവറിന്റെ ഭാരം അത് കുറച്ചെങ്കിലും ചായപ്പൊടി കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പടിയുടെ അടിയിൽ തത്തുല്യമായ ഒരു കവർ ഞാൻ വെച്ചു. അപ്പൊ കറക്റ്റ് ആയല്ലോ. ഇനി ഞാൻ അളന്നു കൊടുക്കുന്നത് നീതിയാണല്ലോ. എത്ര നല്ല മനുഷ്യനാണ് കേട്ടോ എന്റെ പ്രിയപ്പെട്ട കച്ചവടക്കാരാ. ഒരു കച്ചവടക്കാരൻ അവന്റെ കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ ആ നാട്ടിൽ അല്ലാഹു മഴ പോലും കൊടുക്കില്ല. അവന് കലിമ പറയാൻ ബുദ്ധിമുട്ടാണ്. അവന് വലിയ ശക്തമായ ചെലവല്ല കൊടുക്കും. ക്ഷാമമല്ലാതെ മറ്റൊന്നും അവന് വരില്ല. എല്ലാത്തിനും അപ്പുറത്ത് നാട്ടിലെ ഭരിക്കുന്നവര് അക്രമകാരികളായി മാറിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ചുരുക്കട്ടെ, നാലാമതായി അല്ലാഹു പറഞ്ഞത് എവിടെയെന്നറിയോ? സൂറത്തു ത്വലാഖുമായി പറയേണ്ട വിഷയമാണ്. ഞാൻ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. വഅഖീമുശ് ശഹാദത ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി നീ സാക്ഷി നിലനിർത്തണം. എന്തിനാ അത് പറഞ്ഞെന്നറിയോ? സൂറത്തു ത്വലാഖിലാണ്. സഹോദരിമാര് മനസ്സിലാക്കണം, ഒരു ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചെല്ലുന്നത് 2 രീതിയിലാണ്. ഒന്നുകിൽ 3 ത്വലാഖ് ചെല്ലി, ഇപ്പൊ അകത്താവും, അത് വേറൊരു വിഷയം. ആ ഒന്നുകിലും 3 ത്വലാഖ് ചെല്ലും, ഇല്ലെങ്കിൽ 1 ത്വലാഖ് ചെല്ലി ഒന്ന് പേടിപ്പിച്ച് നിർത്തും, അല്ലെങ്കിൽ 2 ത്വലാഖ് ചെല്ലി പേടിപ്പിച്ച് നിർത്തും. പക്ഷെ ആ പേടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇനി നിനക്ക് ആകെ അനുവദിച്ചിട്ടുള്ളത് 1 ത്വലാഖ് മാത്രമേ ഉള്ളൂ. 3 ത്വലാഖ് ഉണ്ട്, അതിൽ 1 ചൊല്ലിയാൽ പിന്നെ 2 ഉണ്ട്, 2 ചൊല്ലിയാൽ പിന്നെ 1 ഉള്ളൂ. അത് ശ്രദ്ധിക്കണം. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. 1 ത്വലാഖ് ചൊല്ലി 3 ശുദ്ധിയാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ അവൾ നിന്റെ ഭാര്യയായി തന്നെ തുടരും. 1 ത്വലാഖ് ചൊല്ലി മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരുത്തൻ പറഞ്ഞു, ഒരു ഭർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ 1 ത്വലാഖ് ചൊല്ലിയെന്ന് പറഞ്ഞു. 3 ശുദ്ധി, 3 പീരീഡ് അത് കഴിയുന്നതിന് മുമ്പ് നീ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ അവള് നിന്റെ ഭാര്യയായി തുടരും. നിനക്കിനി അനുവദിച്ചിട്ടുള്ള 2 ത്വലാഖേ ഉള്ളൂ. 3 ശുദ്ധി കഴിഞ്ഞിട്ട് നീ അത് പറഞ്ഞിട്ടില്ല. ഇനി നിനക്ക് നിന്റെ ഭാര്യ വേണമെങ്കിൽ പുതിയ നിക്കാഹ്, മാമായ ഒന്നുകൂടെ വിളിക്കണം. മാമ, ഒരു അബദ്ധം പറ്റി, പഴയ മാപ്പിളയായ എന്നെ ഒന്ന് പുതിയ മാപ്പിളയാക്കി തരണം, അതുകൊണ്ട് നിങ്ങൾ വരീനെന്ന് പറഞ്ഞാൽ പഴയ പെണ്ണിന്റെ വാപ്പ 2 സാക്ഷിയായിട്ട് വന്ന് പഴയ മാപ്പിളയുടെ കൈ പിടിച്ച് പുതിയ മാപ്പിളാക്കി കൊടുക്കണം. നിസ്സാരമാണെന്ന് കരുതരുത്. അല്ലാതെ നിനക്ക് അവളുമായി ജീവിക്കാൻ പറ്റില്ല. 3 ത്വലാഖാണ് നീ ചെല്ലിയതെങ്കിൽ ഇനി നിനക്ക് അവളെ വിവാഹം കഴിക്കണമെങ്കിൽ അവളെ വേറെ കെട്ടിച്ചു വിടണം. എന്നിട്ട് അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവൻ ത്വലാഖ് ഇല്ലണം. എന്നിട്ട് അവന്റെ ഇദ്ദ അവൾ ഇരിക്കണം. എന്നിട്ട് വേണം നിനക്ക് കല്യാണം കഴിക്കാൻ. ഇന്ന് ഓരോ വീടുകളിൽ കയറിയിട്ട് ചോദിച്ചു നോക്കണം, തമാശക്കെങ്കിലും നിന്റെ ഭർത്താവ് ത്വലാഖിലിട്ടുണ്ട്? ഉണ്ട് ഉസ്താദേ, എത്ര തവണ. മൂപ്പര് വാട്ടീസ് അടിച്ചാ പിന്നെ ഇത് തന്നെ പറച്ചില്. അങ്ങനെയാണെങ്കിൽ എത്ര കുടുംബങ്ങളിൽ വ്യഭിചാരം നടക്കുന്നുണ്ട്. വ്യഭിചാരം നടക്കുന്നുണ്ട്. ഖിയാമത്ത് കേട്ടോ, ഖിയാമത്ത് നാളിന്റെ അടയാളം കസറത്തു സിന, വ്യഭിചാരം അധികരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വ്യഭിചാരശാലകൾ അധികരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. എല്ലാ സ്ത്രീകളും വ്യഭിചരിക്കാൻ പോകുന്നു എന്നല്ല അതിന്റെ അർത്ഥം. സ്വന്തം ഭർത്താവുമായിട്ട് വ്യഭിചരിക്കും, സ്വന്തം ഭർത്താവുമായിട്ട് വ്യഭിചരിക്കും. അതാണ് ലോകാവസാനത്തിന്റെ അടയാളം. കാരണം എന്താണെന്നറിയോ? ആ അൻവരി ഉസ്താദിനൊക്കെ അത് കൃത്യമായി മനസ്സിലാവും. ഈ കസറത്തു സിന എന്ന് പറയുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എന്താ? ഇൽമ് ഉയർത്തപ്പെടുക, വിവരം കുറഞ്ഞു വരിക എന്നാണ്. വിവരം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് വ്യഭിചാരം അധികരിക്കുക എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നുള്ള വിവരം നഷ്ടപ്പെടുക. നഷ്ടപ്പെട്ട പിന്നെ ആ ഭാര്യയും ഭർത്താവും വ്യഭിചാരികളായി മാറും. എങ്ങനെ?
കള്ളം കുടിച്ചോണ്ട് വന്നിട്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി നിന്നെ ഞാൻ ഒരു തലാഖില്ലി, 2 തലാഖില്ലി, 3 തലാഖില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് നിന്റെ അന്യതായി. നേരം വെളുത്തപ്പോ എടി പിടുത്തമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു, അടുത്ത് കിടക്കുന്ന ഭാര്യയോട് പറഞ്ഞു, എടി നിന്നെ 1 ചൊല്ലി, 1 തലാഖും ചൊല്ലി, 2 തലാഖും ചൊല്ലി, 3 തലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല. കാരണം ഉറക്കം അല്ലാഹു നിനക്ക് തന്നതാ. നിനക്ക് മരുന്ന് കുടിച്ചു, നീ ഒരു ആശുപത്രിയിലായി, നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടു, നീ നിന്റെ അടുത്ത് നിന്ന ഭാര്യയോട് പറഞ്ഞു നിന്നെ ഞാൻ 3 തലാഖും ചൊല്ലി എന്ന്. പ്രശ്നമല്ല, കാരണം അത് നീ ആയിട്ട് വരുത്തി വെച്ചതല്ല, അല്ലാഹു തന്ന പരീക്ഷണമാണ്. കള്ളു കുടിക്കുന്നത് പടച്ചവൻ തന്ന പരീക്ഷണമല്ല, അത് നീ നിന്റെ കാശ് കൊടുത്തിട്ട് വാങ്ങി കുടിച്ചതാണ്, നീ സ്വയം വരുത്തി വെച്ച വിനയാണ്. കള്ളു കുടിച്ചിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് തൊലാഖിന്റെ വാചകം പറഞ്ഞ് നേരം വെളുത്തിട്ട് ആ മസ്തിറങ്ങിപ്പോയപ്പോ തന്റെ ഭാര്യയോടൊപ്പം ഇടപെട്ട് കഴിയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? വ്യഭിചരിക്കുകയല്ലേ, അതിലുണ്ടാകുന്ന കുഞ്ഞ് ജാരസന്തതിയല്ലേ? ചിന്തിച്ചു നോക്ക്. വിവരം കുറഞ്ഞു വരുന്നതനുസരിച്ച് വ്യഭിചാരം അധികരിച്ചുകൊണ്ടിരിക്കാൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, 1 തൊലാഖ് ചൊല്ലി, 2 തൊലാഖ് ചൊല്ലി മടക്കിയെടുക്കുന്ന പീരിടെത്തുന്നതിന് മുമ്പ് നീ മടക്കിയെടുത്താൽ, ആ മടക്കിയെടുക്കുമ്പോ 2 പേരെ നീ സാക്ഷി നിർത്തണം. ഫൈദാ ബലഗ്ന അജലഹുന്ന ഫഅംസികുഹുന്ന ബിമഅറൂഫ് ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫ്. ഒന്നുകിൽ മര്യാദയ്ക്ക് അവളുടെ ജീവിതത്തിലേക്ക് നീ തിരിച്ചുവിടണം. അവളെ വേറെ കെട്ടുമാരെങ്കിലും നീ അവളെ അടിച്ചൊടിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ നീ സ്വീകരിക്കണം അവളെ. എന്നിട്ടോ വാഷ്ഹിദൂ ദവൈ അദിലിൻ മിൻകും, നിങ്ങളിലുള്ള 2 സാക്ഷികൾ ആ വിഷയത്തിൽ സാക്ഷി നിൽക്കണം. വഅഖീമുശ് ശഹാദത ലില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിന് വേണ്ടി സാക്ഷി നിൽക്കണം. നാളൊരു സമയത്ത് മടക്കിയെടുത്തതിൽ ഭിന്ന അഭിപ്രായം വന്നാൽ 2 സാക്ഷികളെ സാന്നിധ്യത്തിൽ ഞാൻ മടക്കിയെടുത്തു എന്ന് പറയാൻ കഴിയും. നിർബന്ധമൊന്നുമില്ല, പക്ഷെ നല്ലതാണ്. നിക്കാഹിനല്ലാതെ സാക്ഷികൾ നിർബന്ധമില്ല. പക്ഷേ മടക്കിയെടുക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു സമീപനം നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് വാഖീമുശ് ശഹാദത ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നീ സാക്ഷി നിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. 4ാമത്തെ സന്ദർഭം. ഞാൻ ആ വിഷയത്തെ പറ്റി കൂടുതൽ പറയുന്നില്ല, പള്ളിയിലെ ഇമാമിയങ്ങളാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒന്നുകൂടി പറയുന്നു, വിശുദ്ധ ഖുർആനിൽ 6660 ചില്ലുവാനം ആയത്തുകളുടെ ഉള്ളറകളിൽ 4 സ്ഥലങ്ങളിൽ 4 കാര്യങ്ങളെ പറ്റി അല്ലാഹു അഖീമു നിലനിർത്തണമെന്ന് പറഞ്ഞു. 1 അഖീമുദ്ദീൻ, വിശുദ്ധ ദീനിനെ നിങ്ങൾ നിലനിർത്തണമെന്ന. 2 അഖീമുസ് സ്വലാഹ്, നിസ്കാരത്തെ നിലനിർത്തണമെന്ന. 3 അഖീമുൽ വസ്ന, അളവിലും തൂക്കത്തിലും കുറവ് വരുത്താതെ ആ വിഷയത്തിൽ നിങ്ങൾ നിലനിർത്തണമെന്നാണ്. 4ാമത്തേത് അഖീമുശ് ശഹാദത ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഏതൊരു വിഷയത്തിൽ സാക്ഷി നിൽക്കുന്നുവോ ആ വിഷയം നിങ്ങൾ നിലനിർത്തണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുവെങ്കിൽ ഓരോ വിഷയങ്ങളും ഗൗരവത്തോടെ മനസ്സിലാക്കി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറായി. ഓരോ പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ എന്തായിരുന്നു എൻ്റെ റസൂലിന്റെ സ്വഭാവം, ആ സ്വഭാവം ഞാനും ജീവിതത്തിൽ അനുവർത്തിക്കണം, ഞാനും അത് അനുധാവനം ചെയ്യണം എന്ന ചിന്തയോടെ നബി തങ്ങളെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നബി തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു, അള്ളാന്റെ ഹബീബിന്റെ ലജ്ജ എങ്ങനെയായിരുന്നു, അവിടത്തെ പുഞ്ചിരി എങ്ങനെയായിരുന്നു, അവിടത്തെ ഇടപെടൽ എങ്ങനെയായിരുന്നു, അവിടത്തെ സമീപനം എങ്ങനെയായിരുന്നു, ഇതൊക്കെ പഠിച്ചു ഓരോ റബീഉൽ അവ്വൽ കഴിയും തോറും ഓരോ കിറ്റ് ബിരിയാണി വീട്ടിൽ കൊണ്ടുവരലല്ല, ഓരോ സുന്നത്തുകൾ ഹയാത്താക്കി കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. പരിശുദ്ധ റബീഉൽ അവ്വൽ കടന്നു വരുന്ന ഈ 12ന്റെ പുണ്യമായ ദിവസം വരുമ്പോൾ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ചെറിയ വണ്ടി വിളിക്കണ്ട, ചെറിയ ബോക്സും കെട്ടണ്ട, വലിയ ലോറി വിളിച്ചോളി, എന്നിട്ട് വലിയ ബോക്സ് വെച്ച് കെട്ടിക്കോളി, എന്നിട്ട് കവലകളായ കവലകളിൽ ഈ മൈക്ക് പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾ കൊണ്ട് നിർത്ത്, എന്നിട്ട് റസൂലുള്ളാഹിനെ പറ്റി നിങ്ങൾക്ക് പറയാനും നിങ്ങൾക്ക് പറയിപ്പിക്കാനും കഴിയുന്നത് പറയിപ്പിക്ക്, ആളുകൾ മുത്തുനബിയെ മനസ്സിലാക്കട്ടെ. പക്ഷേ ആ കാര്യത്തിന്റെ പേരിൽ മിസ്യൂസ് ചെയ്തുകൊണ്ട് സിനിമ പാട്ടുമിട്ടുകൊണ്ട് നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് കള്ളും കുടിച്ചുകൊണ്ട് ദീനിനെയും റസൂലിനെയും പറയിപ്പിക്കുന്ന നബിദിനാഘോഷം അത് സുന്നത്ത് ജമാഅത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നിങ്ങൾ തോന്നിത്തരം കാണിച്ച് ഇസ്ലാമിന്റെ സംസ്കാരത്തെ കൊഞ്ഞനം കുത്തിയാൽ നബിതങ്ങളുടെ സ്നേഹമല്ല, നിങ്ങൾ നബിതങ്ങളുടെ ശത്രുക്കളായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടെ ഒരു സുപ്രധാനമായ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നൂറുൽ ഹുദ ഖുർആൻ അക്കാദമി. ഈ അക്കാദമിയുടെ നാളെയുടെ പ്രവർത്തനത്തിനു വേണ്ടി വാടക കെട്ടിടത്തിൽ നിന്ന് അവർക്ക് സ്വന്തമായ ഒരു പ്രോപ്പർട്ടിയിലേക്ക് മാറാൻ അൽഹംദുലില്ലാ 15 സെന്റോളം അവർ കണ്ടെത്തുകയും അഡ്വാൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഖാസിം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാകാം. ഞാൻ പറയുന്നത്
ആ 75 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ആ വസ്തു അപ്പോഴും അവരുടെ പേരിൽ പ്രോപ്പർട്ടി ആവുകയേ ഉള്ളൂ, അവിടെ കോംപ്ലക്സ് ആകുന്നില്ല. എങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സംഭാവനകൾ ഈ അനുഗ്രഹീതമായ ഈ സ്ഥാപനത്തിന്, ഇവിടെ കുട്ടികൾ നമുക്ക് ഈ നോട്ടീസിൽ തന്നെ നമ്മൾ കണ്ടല്ലോ, നിരവധി കുട്ടികൾ ഇവിടെ നിന്ന് അൽഹംദുലില്ലാഹ് ഏകദേശം 10-11ഓളം കുട്ടികൾ ഹാഫിലീങ്ങളായി മാറി. ഈ മക്കൾ വിശുദ്ധ ഖുർആൻ മനനം ചെയ്ത മക്കളാണ്. ആ മക്കളെ രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ മക്കളെ ഹാഫിലീങ്ങളാക്കിയത് നാട്ടുകാരുടെ പൈസ ഉണ്ടാകും. നാട്ടുകാരുടെ പൈസക്കാണ് മക്കൾ ഹാഫിലീങ്ങളായത്. ആ മക്കളെ നാളെ ചാലയിൽ കച്ചവടത്തിനും അല്ലെങ്കിൽ ഗൾഫിലെ ബിസിനസിനും വേണ്ടി വിടുന്ന സംവിധാനം ഉണ്ടാവരുത്. വിട്ടോളൂ, കുഴപ്പമില്ല. പക്ഷെ ദീനിന്റെ വിഷയത്തിന്റെ, ദഅവത്തിന്റെ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ മക്കൾ ദീനി പ്രബോധകരാകാൻ വേണ്ടി ആ നാട്ടുകാർ ഭക്ഷണം കൊടുത്തത്. അതുകൊണ്ട് ഈ ഹിഫ്ളിന്റെ സനദ് വാങ്ങിയ മക്കളുടെ പ്രിയപ്പെട്ട പാരന്റിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും മക്കളെ ഇപ്പൊ ഖുർആൻ ഹാഫിളായി, പക്ഷേ ഒരിക്കലും അവർക്ക് അതിന്റെ മതവിധികളൊന്നും അറിയില്ല. അത് പഠിക്കാൻ ആലിമീങ്ങളും കൂടെ ആക്കി ആലിമും ഹാഫിളുമായ ഒരു സമൂഹത്തെ വാർത്തെടുത്ത് നാളെയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ കഴിവിന്റെ പരമാവധി ഇതിന്റെ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുമ്പോൾ നല്ല സഹായം നൽകി ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കളക്ഷൻ ഉണ്ട്. ആ ബക്കറ്റ് കളക്ഷൻ നടക്കുമ്പോ കൊണ്ടുപോവാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വരുന്ന